സോ അപ്പോൾ നമ്മൾ റോത്ബാർട്ടിൻ്റെ മോഡലാണ് ഇന്നലെ ജസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷനാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ടുഡേ ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ മോഡൽ ഓഫ് ടെമ്പറമെൻറ്റ് ഈസ് മേരി റോത്ബാർട്ട്. ഇറ്റ് കമ്പൈൻസ് റിലേറ്റഡ് ട്രേറ്റ്സ് പ്രപ്പോസ്ഡ് ബൈ തോമസ് സാഞ്ചസ് ആൻഡ് അതർ റിസർച്ചേഴ്സ് ഈൽഡിങ് എ കൺസൈസ് ലിസ്റ്റ് ഓഫ് 6 ഡയമെൻഷൻസ്. നമ്മൾ പറഞ്ഞു തോമസ് സാഞ്ചസിന് എത്ര മോഡൽ ഉണ്ടായിരുന്നു? 9 ഡയമെൻഷൻസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് വല്ല ഓർമ്മയുണ്ടോ? R&D ഓഫ് ചൈൽഡ് ഈസ് IA ആണോ? അങ്ങനെ ഏതാണ്ടല്ലായിരുന്നു. R&D എന്തായിരുന്നു? R സ്റ്റാൻഡ്സ് ഫോർ റിത്തമിസിറ്റി, D സ്റ്റാൻഡ്സ് ഫോർ ഡിസ്ട്രാക്റ്റബിലിറ്റി, ക്വാളിറ്റി ഓഫ് റെസ്പോൺസീവ്നെസ് അല്ലെ, ക്വാളിറ്റി ഓഫ് റെസ്പോൺസീവ്നെസ് അല്ലേ, ക്വാളിറ്റി ഓഫ് മൂഡ്. ക്വാളിറ്റി ഓഫ് മൂഡ്. 4 A's ഏതൊക്കെയായിരുന്നു? എന്തൊക്കെയായിരുന്നു? അഡാപ്റ്റബിലിറ്റി, പിന്നെ എന്തായിരുന്നു? അഡാപ്റ്റബിലിറ്റി, ആക്ടിവിറ്റി ലെവൽ, അറ്റൻഷൻ സ്പാൻ ആൻഡ് പെർസിസ്റ്റൻസ്, പിന്നെ എന്തായിരുന്നു? ഒരു A, അപ്രോച്ച് ഓർ വിത്ഡ്രോവൽ. അപ്പോൾ നമ്മൾ പിന്നെ മിസ്സായത് ത്രെഷോൾഡ് ഓഫ് റെസ്പോൺസീവ്നെസ്. അതാണ് 9 ഡയമെൻഷൻസ്. റോത്ബാർട്ടിൻ്റെതിനകത്ത് മെയിനായിട്ട് 2 വരുന്നത് ഏതൊക്കെയാണ്? റിയാക്ടിവിറ്റിയും സെൽഫ് റെഗുലേഷനും. സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത് എഫോർട്ട്ഫുൾ കൺട്രോളും, റിയാക്ടിവിറ്റിയിൽ വരുന്നത് ഏതാണ്? ആക്ടിവിറ്റി ലെവലും, അറ്റൻഷൻ സ്പാൻ ഓർ പെർസിസ്റ്റൻസും, ഫിയർഫുൾ ഡിസ്ട്രെസ്, ഇറിറ്റബിൾ ഡിസ്ട്രെസ്, പോസിറ്റീവ് എഫക്റ്റ്. ഓക്കെ. അപ്പം ഈ 9 ഉണ്ടായിരുന്ന തോമസ് സാഞ്ചസിനെയും മറ്റനേകം പേരുടെ റിസർച്ചിൻ്റെയും കൂടെ അതിനെല്ലാത്തിനെയും കൂടെ ഒന്ന് യൂണിഫൈ ചെയ്തിട്ടാണ് മേരി റോത്ബാർട്ട് 6 ഡയമെൻഷൻസ് ഉണ്ടാക്കിയത്. അതിൽ തന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ തോമസ് സാഞ്ചസിൻ്റെ അതേ ഡയമെൻഷൻസ് അല്ല റോത്ബാർട്ട് എടുത്തിരിക്കുന്നത്. നെയിം സെയിം ആണെങ്കിലും അതിൻ്റെ മീനിങ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിസ്ട്രാക്റ്റബിലിറ്റി ആൻഡ് അറ്റൻഷൻ സ്പാൻ ആൻഡ് പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരേ ഡയമെൻഷൻസിൻ്റെ 2 എൻഡാണെന്നാണ് മേരി റോത്ബാർട്ട് പറയുന്നത്. അതിനെ മേരി റോത്ബാർട്ട് റീനെയിം ചെയ്തതാണ് അറ്റൻഷൻ സ്പാൻ ഓർ പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം തോമസ് സാഞ്ചസിൻ്റെ അറ്റൻഷൻ സ്പാൻ ആൻഡ് പെർസിസ്റ്റൻസ് അതുപോലെ അല്ല ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ഡിസ്ട്രാക്റ്റബിലിറ്റി കൂടുന്നത്, ഡിസ്ട്രാക്റ്റബിലിറ്റി ഒത്തിരി ഉള്ള കുട്ടികൾക്ക് അറ്റൻഷൻ സ്പാൻ കുറവായിരിക്കും. ആ ഒരു രീതിയിലാണ് റോത്ബാർട്ട് ഇതിനെ ടേം ചെയ്തിരിക്കുന്നത്. യുണീക്ക് ഫീച്ചർ ഓഫ് റോത്ബാർട്ട് എന്ന് പറയുന്നത് പുതിയ 2 കാര്യങ്ങൾ കയറ്റി. ഏതൊക്കെയാണ്? ഫിയർഫുൾ ഡിസ്ട്രെസ്സും ഇറിറ്റബിൾ ഡിസ്ട്രെസ്സും, വിച്ച് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ റിയാക്ടിവിറ്റി ട്രിഗേർഡ് ബൈ ഫിയർഫുൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൊച്ചിനോട് ഒരു പുതിയ സ്റ്റിമുലസ് വരുമ്പോൾ, ഫിയർഫുൾ സ്റ്റിമുലസ് വരുമ്പോൾ കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നും, അതുപോലെ തന്നെ റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഫ്രസ്ട്രേഷൻ. വെറുതെ ഒരു സ്റ്റിമുലസ് ഇല്ലാത്തപ്പോൾ ആ കുട്ടിയുടെ എന്നുവെച്ചാൽ നമ്മളൊരു ഗോളൊക്കെ അച്ചീവ് ചെയ്യാത്തപ്പോൾ കുട്ടിക്ക് ഉണ്ടാകുന്ന റിയാക്ടിവിറ്റിയാണ് ഇറിറ്റബിൾ ഡിസ്ട്രെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ മോഡൽ ഡിലീറ്റ്സ് ഓവർലി ബ്രോഡ് ഡയമെൻഷൻസ്. അപ്പം മേരി റോത്ബാർട്ട് പറയുന്നത് കുറേ എണ്ണം വെറുതെ ഇങ്ങനെ തോമസ് സാഞ്ചസിലുണ്ട്. അതായത് റിത്തമിസിറ്റി, ഇൻറ്റൻസിറ്റി ഓഫ് റിയാക്ഷൻ, ത്രെഷോൾഡ് ഓഫ് റെസ്പോൺസീവ്നെസ്, ഇത് 3 ഡിലീറ്റ് ചെയ്തു. ഏതൊക്കെയാണ്? റിത്തമിസിറ്റി, കുട്ടി എപ്പോൾ ഉറങ്ങുന്നു, എപ്പോൾ കഴിക്കുന്നു, എപ്പോൾ ഉണരുന്നു എന്നൊക്കെ ഉള്ളത്. ഇൻറ്റൻസിറ്റി ഓഫ് റിയാക്ഷൻ, കൊച്ച് എത്ര ഇൻറ്റൻസിറ്റിയിലാണ് ഒരു സ്റ്റിമുലസിനോട് റിയാക്ട് ചെയ്യുന്നത്. ത്രെഷോൾഡ് ഓഫ് റെസ്പോൺസീവ്നെസ്, എത്രമാത്രം മിനിമം എനർജി കൊടുക്കുമ്പോഴാണ് ആ കൊച്ച് റെസ്പോൺസ് ചെയ്യുന്നത്. ഇത് 3 ഡിലീറ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 3 ചിലപ്പോൾ എപ്പോഴും യൂണിഫോം അല്ല എന്നാണ് മേരി റോത്ബാർട്ട് പറയുന്നത്. അല്ലേ? ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, കറക്റ്റായിട്ട് ഉറങ്ങുന്ന പിള്ളേർ കറക്റ്റായിട്ട് കഴിച്ചോളണം എന്നില്ല, കറക്റ്റായിട്ട് കഴിക്കുന്ന പിള്ളേർ കറക്റ്റായിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് നടക്കണം എന്നില്ല. സോ എല്ലാത്തിലും ഒരേ റിത്തമിസിറ്റി ഇല്ല. ഇൻറ്റൻസിറ്റി ഓഫ് റിയാക്ഷനും അതുപോലെ തന്നെയാണ്. ചിലപ്പോൾ ചില കുട്ടികൾ ചില കാര്യത്തിലും ഭയങ്കരമായിട്ട് ശാഠ്യം പിടിക്കും, ചിലപ്പോൾ അവർ ഇതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു സ്റ്റിമുലസിനെ കുറിച്ച് കരഞ്ഞു പോവുമായിരിക്കും. അപ്പോൾ സോ യു കനോട്ട് എന്താ പറയുന്നത്, ഒരു പ്രോപ്പർ ഡെഫിനിഷൻ ഈ 3 കാര്യത്തിന്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സിറ്റുവേഷൻ നമുക്കിതിന് 3നും കൊടുക്കാൻ പറ്റത്തില്ല. സോ ഷീ റിമൂവ്ഡ് ദീസ് 3 ഐറ്റംസ്. ഏതൊക്കെയാണ്? റിത്തമിസിറ്റി, ഇൻറ്റൻസിറ്റി ഓഫ് റിയാക്ഷൻ, ത്രെഷോൾഡ് ഓഫ് റെസ്പോൺസീവ്നെസ്. ആഡ് ചെയ്തത് ഏതൊക്കെയാണ്? ഫിയർഫുൾ ഡിസ്ട്രെസ്സും ഇറിറ്റബിൾ ഡിസ്ട്രെസ്സും. ഓക്കെ. അതുപോലെ തന്നെ ഡിസ്ട്രാക്റ്റബിലിറ്റീനെയും അറ്റൻഷൻ സ്പാൻ ഓർ പെർസിസ്റ്റൻസിനെയും കൂടെ 2ഉം കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു ഡയമെൻഷനാക്കി, അറ്റൻഷൻ സ്പാൻ ആൻഡ് പെർസിസ്റ്റൻസ്. ഓക്കെ. അപ്പം ഇതിനെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഇൻ റോത്ബാർട്ട് മോഡൽ ഈസ് ഡിസ്ട്രാക്റ്റബിലിറ്റി, അറ്റൻഷൻ സ്പാൻ. ഇത് 2ഉം കൂടെ കൂടുന്നതാണ് എന്ത്? അറ്റൻഷൻ സ്പാൻ ഓർ പെർസിസ്റ്റൻസ് കൂട്ടുന്നതാണ് അറ്റൻഷൻ സ്പാൻ ഓർ പെർസിസ്റ്റൻസ്. പിന്നെ ഫിയർഫുൾ ഡിസ്ട്രെസ്, ഇറിറ്റബിൾ ഡിസ്ട്രെസ്, ഫ്രസ്ട്രേഷൻ. ഓക്കെ. ഫ്രസ്ട്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നതാണ് എന്ത്? നമ്മുടെ
പോസിറ്റീവ് എഫക്റ്റ് അല്ല, ഫ്രസ്ട്രേഷൻ എന്നുള്ളത് ജനറൽ ടേം ആയിട്ട് പറയുന്നതാണ്. ഇറ്റ് അണ്ടർലൈസ് 3 കമ്പോണൻസ്. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും കൂടെ കൂടിയിട്ട് നമുക്ക് 3 ജനറൽ കമ്പോണൻസ് ആയിട്ട് ടെമ്പറമെൻറ്റിനെ തിരിക്കുക. അല്ലെ ഡെഫിനിഷനകത്ത് വരുന്ന 3 കമ്പോണൻസ് ആണ്. ഒന്ന് ഇമോഷൻ, അറ്റൻഷൻ, ആക്ഷൻ. ഒന്നുകൂടെയും പറയാണ്, ഇറ്റ് അണ്ടർലൈസ് 3. ഇതെല്ലാ ഫാക്ടേഴ്സും, ഈ പറയുന്ന മേൽ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും ടെമ്പറമെൻറ്റിൻ്റെ ഡെഫിനിഷനിൽ വരുന്ന 3 ഫാക്ടേഴ്സിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാമെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഇമോഷൻ, അറ്റൻഷൻ, ആക്ഷൻ. ഇമോഷൻ എന്ന് പറയുന്നതിനകത്ത് വരുന്നതാണ് ഫിയർഫുൾ ഡിസ്ട്രെസ്, ഇറിറ്റബിൾ ഡിസ്ട്രെസ്, പോസിറ്റീവ് എഫക്റ്റ് ആൻഡ് സൂത്തബിലിറ്റി. നമുക്ക് എത്ര നന്നായിട്ട് അവരെ കൈകാര്യം ചെയ്യാം, അവർ പെട്ടെന്ന് സൂത്ത് എന്ന് വെച്ചാൽ നമുക്ക് അവരെ കാം ചെയ്യാൻ പറ്റും. അറ്റൻഷൻ എന്ന് പറയുന്നതാണ് അറ്റൻഷൻ സ്പാൻ ഓർ പെർസിസ്റ്റൻസ്. ആക്ഷൻ എന്ന് പറയുന്നതാണ് ആക്ടിവിറ്റി ലെവൽ എന്ന് പറയുന്നത്. സോ ഈ മൂന്ന് ബേസിക് കമ്പോണൻസ് ഇൻ ടെമ്പറമെൻറ്റ് എന്ന് പറയുന്നത് റൂത്ത്ബാർട്ടിൻ്റെ മോഡൽസിൽ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇമോഷനുണ്ട്, അറ്റൻഷനുണ്ട്, ആക്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ റോത്ത്ബാർട്ടിൻ്റെ ഇപ്പോൾ നമ്മൾ ഇനി താഴെ വരുന്നത്, അക്കോർഡിംഗ് ടു റോത്ത്ബാർട്ട് ഇൻഡിവിജ്വൽ ഡിഫർ നോട്ട് ഓൺലി ഇൻ ദർ റിയാക്ടിവിറ്റി ഓൺ ഈച്ച് ഡയമെൻഷൻ ബട്ട് ഓൾസോ ഇൻ സെൽഫ് റെഗുലേറ്ററി. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഈ റിയാക്ടിവിറ്റിയിൽ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ കൊടുക്കുന്ന റിയാക്ടിവിറ്റി കമ്പോണൻസിൽ മാത്രമല്ല, സെൽഫ് റെഗുലേഷനിലും ഇൻഡിവിജ്വൽസ് ഡിഫറെൻ്റ് ആവാറുണ്ട്. എഫേർട്ട്ഫുൾ കൺട്രോൾ ഡെഫിനിഷൻ തന്നെ ഒന്നോടെ എഴുതിയേക്കുന്ന എഫേർട്ട്ഫുൾ കൺട്രോൾ വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ, 2 മാർക്ക് ക്വസ്റ്റൻ ആട്ടോ അത്. അതൊന്ന് നോട്ട് ചെയ്യണേ. എഫേർട്ട്ഫുൾ കൺട്രോൾ എന്ന് പറയുന്നത് ദ കപ്പാസിറ്റി ടു വോളണ്ടറിലി സപ്രസ് എ ഡോമിനൻറ്റ് റെസ്പോൺസ് ഇൻ ഓർഡർ ടു പ്ലാൻ ആൻഡ് എക്സിക്യൂട്ട് എ മോർ അഡാപ്റ്റീവ് റെസ്പോൺസ്. അപ്പം വോളണ്ടറിലി സപ്രസിങ് എ ഡോമിനൻറ്റ് റെസ്പോൺസ് ഇൻ ഓർഡർ ടു പ്ലാൻ ആൻഡ് എക്സിക്യൂട്ട് എ മോർ അഡാപ്റ്റീവ് റെസ്പോൺസ്. അപ്പം എൻ്റെ തനതായ സ്വഭാവത്തിനെ കൺട്രോൾ ചെയ്തിട്ട് കുറച്ചും കൂടെ അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് എഫേർട്ട്ഫുൾ കൺട്രോൾ എന്ന് പറയുന്നത്. വേരിയേഷൻസ് ഇൻ എഫേർട്ട്ഫുൾ കൺട്രോൾ ആർ എവിഡൻറ്റ് ഇൻ ഹൗ ഇഫക്റ്റീവ്ലി എ ചൈൽഡ് ക്യാൻ ഫോക്കസ് ആൻഡ് ഷിഫ്റ്റ് അറ്റൻഷൻ, ഇൻഹിബിറ്റ് ഇമ്പൾസസ് ആൻഡ് മാനേജ് നെഗറ്റീവ് ഇമോഷൻസ്. അപ്പം ഈ എഫേർട്ട്ഫുൾ കൺട്രോൾ നമുക്കൊരു കുട്ടിക്ക് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വേരിയേഷൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു കുട്ടി ഹൗ ഇഫക്റ്റീവ്ലി എ ചൈൽഡ് ക്യാൻ ഫോക്കസ് ആൻഡ് ഷിഫ്റ്റ് അറ്റൻഷൻ, എത്ര നേരം ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് അതിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഷോസ് ഇറ്റ്സ് സെൽഫ് റെഗുലേറ്ററി എഫേർട്ട്ഫുൾ കൺട്രോളാണ്. ഇൻഹിബിറ്റ് ഇമ്പൾസസ്, ഇപ്പം നമുക്കറിയാവുന്ന പോലെ ഒരു കുട്ടിക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നി, കുട്ടി ഉടനെ അങ്ങ് പോകുമ്പോൾ നമുക്ക് പറയാം ഇതിന് എഫേർട്ട്ഫുൾ കൺട്രോൾ ഇല്ല. ആ കുട്ടി അതിൻ്റെ അമ്മയടുത്ത് വന്നിട്ട്, ഇപ്പം എക്സാമ്പിൾ നമ്മൾ മോനെ വെയിറ്റ് ചെയ്യുക, അമ്മ ഇപ്പോൾ ടോയ്ലറ്റിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നോടം വരെ കൊച്ചിന് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ. ചില കുട്ടികൾ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും പറയുന്നത്. സോ ദാറ്റ് ഈസ് എഫേർട്ട്ഫുൾ എഗെയിൻ ഇൻഹിബിറ്റിംഗ് ഇമ്പൾസസ് ആൻഡ് മാനേജിങ് നെഗറ്റീവ് ഇമോഷൻ. ഇപ്പോൾ നമുക്കറിയാം പബ്ലിക്കായിട്ട് ഇപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എല്ലാ പിള്ളേരും കരയത്തൊന്നുമില്ല. ചില പിള്ളേരുണ്ട് അപ്പം ഇരുന്ന് കരഞ്ഞ് ബഹളം വെക്കും. സോ ദാറ്റ് ഈസ് ഹൗ ദേ മാനേജ് ദെയർ നെഗറ്റീവ് ഇമോഷൻ, ഇൻഹിബിറ്റിംഗ് ഇമ്പൾസസ് ആൻഡ് ഹൗ മച്ച് ദേ ക്യാൻ ഫോക്കസ് ഓർ ഷിഫ്റ്റ് അറ്റൻഷൻ. ഓക്കെ, ഇത്രയാണ് റോത്ത്ബാർട്ടിൻ്റെ മോഡൽ പറയുന്നത്. 2ആയിട്ടാണ് ഡയമെൻഷൻസിനെ വൈഡായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, റിയാക്ടിവിറ്റിയും പിന്നെന്താണ് സെൽഫ് റെഗുലേഷനും. സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത് എഫേർട്ട്ഫുൾ കൺട്രോൾ. റിയാക്ടിവിറ്റിയിൽ വരുന്നതാണ് ആക്ടിവിറ്റി, അറ്റൻഷൻ സ്പാൻ ഓർ പെർസിസ്റ്റൻസ്, ഇറിറ്റബിൾ ഡിസ്ട്രെസ്, ഫിയർഫുൾ ഡിസ്ട്രെസ് ആൻഡ് പോസിറ്റീവ് എഫക്റ്റ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആട്ടോ ഇത് രണ്ടും. ഇത് എസ്എ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് പിന്നെയും പറഞ്ഞത്. അടുത്തതാണ് മെഷറിംഗ് ടെമ്പറമെൻറ്റ്. ഓക്കെ, ടെമ്പറമെൻറ്റ് ഈസ് ഓഫൻ അസസ് ത്രൂ ഇൻ്റർവ്യൂസ് ആൻഡ് ക്വസ്റ്റ്യനേഴ്സ് ഗിവൺ ടു പേരൻസ്. അല്ലെങ്കിൽ നമുക്കറിയാം കുട്ടികളുടെ എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ, അവരെക്കുറിച്ച് റിസർച്ച് നടത്തണമെങ്കിൽ കുട്ടികളോട് ചോദിച്ചിട്ട് കാര്യമില്ല. ആരോട് ചോദിക്കണം? പാരൻസിനോട് ചോദിക്കണം. സോ ക്വസ്റ്റ്യനേഴ്സോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസും നടത്തുന്നത് വഴിയാണ് ടെമ്പറമെൻറ്റ്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ടെമ്പറമെൻ്റ് ഉണ്ട്, അതിൻ്റെ ലെവൽ എന്താണെന്ന് മനസ്സിലാവുന്നത്. ബിഹേവിയർ, അപ്പോൾ ഒന്ന് പറഞ്ഞു ഇൻ്റർവ്യൂ വഴി നമ്മൾ നടത്തും, ക്വസ്റ്റ്യനേഴ്സ് വഴി നടത്തും. പിന്നെ ബിഹേവിയർ റേറ്റിംഗ്സ്, കുട്ടികളുടെ ഇതിനെ നമ്മളിപ്പോൾ ഒരു ചെക്ക് ലിസ്റ്റൊക്കെ കൊടുക്കുന്ന പോലെ ബിഹേവിയർ റേറ്റിംഗ്സ് ബൈ pediatricians, teachers and other familiar with the child, laboratory observation by researchers. അപ്പോൾ ഏതൊക്കെയാണ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്? ഇൻ്റർവ്യൂസ് യൂസ് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യനേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, ബിഹേവിയറൽ റേറ്റിംഗ് ബൈ other significant people like pediatricians, teachers and other familiar, എന്ന് വെച്ചാൽ പുറമേ നിന്ന് ഒരാൾ കാണുന്ന പോലെ. ആൻഡ് ലബോറട്ടറി ഒബ്സർവേഷൻസ്, നമ്മൾ ഇപ്പം ബോബോഡോൾ എക്സ്പെരിമെൻ്റ് അല്ലേ, ആൽബർട്ട് ബാന്ദുരയുടെ
ഒബ്സർവേഷണൽ ലേണിംഗ് ഒക്കെ ലബോറട്ടറി ഒബ്സർവേഷൻ ആയിരുന്നു അതുപോലെ. ആൻഡ് പേരൻറ്റൽ റിപ്പോർട്ട്സ്, പേരൻറ്റൽ റിപ്പോർട്ട്സ് ആർ കൺവീനിയൻറ്റ് ആൻഡ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് പേരൻസ് ഡെപ്ത്. അപ്പോൾ പേരൻറ്റിനോട് ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇൻഡെപ്തിൽ നമുക്ക് ഓരോ സിറ്റുവേഷൻസ് വരും. എന്നെപ്പോലെ അമ്മമാരാണെങ്കിൽ മറന്നു പോകും. ജനറലി ഇറ്റ് സേസ് ദാറ്റ് സം ഓഫ് ദ പേരൻസ് ക്യാൻ ഗിവ് എ പ്രോപ്പർ റിപ്പോർട്ട്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരൻറ്റിനോട് പോയി ചോദിച്ചാൽ ചിലർ ഭയങ്കര കറക്റ്റായിട്ട് പറയും. ചിലരുടെ പേരൻ്റ് ഇപ്പം എന്താ പറയുക, പണ്ട് ഞങ്ങളുടെ അമ്മയോട് ഞങ്ങൾ എങ്ങനെയായിരുന്നു പറയുമ്പോൾ എനിക്കെങ്ങും അറിയത്തില്ല എന്ന് പറയും. അപ്പം ഞങ്ങൾ പറയും അയ്യോ എന്തൊരു സാധനമാകുമ്പോൾ അമ്മയ്ക്ക് ഞങ്ങളുടെ ഒരു ഓർമ്മയില്ല. പക്ഷെ ഇപ്പം 4 വയസ്സുള്ള എൻ്റെ കൊച്ചു എങ്ങനെയായിരുന്നു എന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ അയ്യോ എനിക്കൊരു ഓർമ്മയില്ലല്ലോ എന്ന് പറയും. സോ അതാണ് പേരൻറ്റൽ റിപ്പോർട്ട്സ്. അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് വേസ് ഓഫ് മെഷറിങ്? ഇൻ്റർവ്യൂസ്, ക്വസ്റ്റനെയർ, ബിഹേവിയർ റേറ്റിംഗ്സ്, laboratory observations and parental reports. Although information from parents has been criticized as being biased, parental reports are moderately related to researchers' observations of children's behavior. കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞാണല്ലോ, അതുകൊണ്ട് തന്നെ പേരൻറ്റൽ റിപ്പോർട്ട്സ് എപ്പോഴും ബയാസ്ഡ് ആവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ എൻ്റെ അടുത്ത് കുട്ടികളുടെ, അതായത് ഒരു കൊച്ചിൻ്റെ റിസർച്ചായിരുന്നു 3 തൊട്ട് 3 വയസ്സോ 4 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഫോൺ യൂസേജിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു റിപ്പോർട്ട്, സ്റ്റഡി നടത്തിയത്. അപ്പോൾ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഡസ് ദ പേരൻറ്റ് എൻകറേജ് വാച്ചിങ് മൊബൈൽ, അല്ലെങ്കിൽ ഹൗ മച്ച് ടൈം എ ചൈൽഡ് ഇൻവോൾവ്സ് ഇൻ വാച്ചിങ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് മടിയുള്ളപ്പോഴാണ് എൻ്റെ കൊച്ചു കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് എനിക്ക് മടിയില്ല, ഇഫ് ഐ എം റെഡി ടു സ്പെൻഡ് ടൈം വിത്ത് ഹിം, the least he will be spending time in his mobile, in my mobile. പക്ഷേ എനിക്ക് മടിയാണ്, എനിക്കവനെ നോക്കാൻ സമയമില്ലാത്തപ്പോഴാണ് ഞാൻ ഫോൺ കൊടുക്കുന്നത്. അപ്പോൾ എനിക്കിത് അറിയാവുന്നത് കൊണ്ട് എനിക്കൊരിക്കലും എൻ്റെ കൊച്ചിനെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ഹീ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള റിപ്പോർട്ടിംഗ് വരുമ്പോൾ നമുക്കൊരിക്കലും ഒറിജിനൽ ആയിട്ടുള്ള റിപ്പോർട്ട്സ് ആൻസേഴ്സ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതാണ് പേരൻറ്റൽ റിപ്പോർട്ട്സ് ക്യാൻ ബി ബയാസ്ഡ് എന്ന് പറയുന്നത്. ആൻഡ് parent perceptions are vital for understanding how parents view and respond to their child. കണ്ടോ? ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വേണേൽ പറയാം മൈ ചൈൽഡ് ഈസ് വെരി അഡിക്റ്റഡ് ടു ഫോൺ എന്ന് എനിക്ക് വേണേൽ പറയാം. പക്ഷേ ഐ നോ ദാറ്റ്സ് നോട്ട് ദ റിയാലിറ്റി, അല്ലേ? ഞാൻ സമയം കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറയുകയാണ് ബാ മോനെ നമ്മുടെ അടുത്ത് കളിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടി വരും. പക്ഷേ എനിക്ക് മടിയുള്ളപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഓക്കെ യു ടേക്ക്, അല്ലെങ്കിൽ പോയി TV കണ്ടു എന്ന് പറയണത്. So sometimes a parent's better perception helps us to understand the child. Observations by researchers in the home or laboratory avoid the subjectivity. അതിന് പറയുന്നതാണ് നമ്മൾ പേരൻസിനോട് ചോദിക്കൽ മാത്രമല്ല, ഇവർ വന്ന് നമ്മൾ നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ പറയില്ലേ, കുട്ടി ആയിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവരെ ഒബ്സർവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോഴും കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. ഇൻ ഹോംസ് observers find it hard to capture all the relevant information, especially events that are rare but important, such as infants' response to frustration. പക്ഷേ അങ്ങനെ വരുമ്പം എന്താ പറയുന്നത്, എല്ലായൊന്നും ഇവർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതായത് ഒബ്സർവ് ചെയ്യുന്നവർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ അവർ ചില കാര്യങ്ങൾ ചിലപ്പം മിസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റാതെ പോകാറുണ്ട്. And in the unfamiliar lab settings, fearful children who calmly avoid certain experiences at home may become too upset to complete the session. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷനും ലബോറട്ടറി ഒബ്സർവേഷനും തമ്മിലുള്ള വ്യത്യാസം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, ലബോറട്ടറി ഒബ്സർവേഷനിൽ പിള്ളേർ ഒറിജിനൽ സ്വഭാവം കാണിച്ചോളണമെന്നില്ല, ബിക്കോസ് ദേ ആർ ഇൻ എ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്. അതുകൊണ്ട് നമ്മുടെ ആർട്ടിഫിഷ്യൽ ബിഹേവിയർ ആയിരിക്കും നമ്മൾ കാണിക്കുന്നത്. വേറസ് വീട്ടിലാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നാച്ചുറൽ റെസ്പോൺസസ് തരും. സോ ഈ പ്രശ്നം ഇവിടെയും വരുന്നുണ്ട്. ലാബ് സെറ്റിങ്ങിൽ വരുമ്പോഴത്തേനും കുട്ടികൾ ചിലപ്പോൾ എന്താ പറയുന്നത്, പെട്ടെന്ന് ഡിസ്ട്രെസ് ആവാത്ത കുട്ടികൾ അൺഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഡിസ്ട്രെസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, നമുക്ക് എന്താ ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ, വെൻ പീപ്പിൾ ആർ നോട്ട് ഇൻ എ ഗുഡ് മൂഡ്, നമ്മൾ പറയില്ല നെഗറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നതാണ് ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. സ്റ്റിൽ researchers can better control children's experience in the lab, and they can conveniently combine ഒബ്സർവേഷൻസ് ഓഫ് ബിഹേവിയർ വിത്ത് ന്യൂറോളജിക്കൽ മെഷേഴ്സ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്നാൽ പോലും നമുക്ക് ലബോറട്ടറി ഒബ്സർവേഷൻസിലൂടെ കുട്ടികളുടെ കുറച്ചും കൂടെ ട്രെയ്റ്റ്സ് മനസ്സിലാക്കി അതിനെ അവരുടെ ന്യൂറോളജിക്കൽ ബേസിസുമായിട്ട് കണക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. സോ മെഷറിങ് ടെമ്പറമെൻ്റ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെ രീതിയിലാണ് മെഷർ ചെയ്യുന്നത്? ഇൻ്റർവ്യൂസ്, ക്വസ്റ്റനെയർ, ബിഹേവിയർ റേറ്റിംഗ്സ്, ഒബ്സർവേഷൻസ്, ലബോറട്ടറി ഒബ്സർവേഷൻസ് ഉണ്ട്, ക്ലിനിക്കൽ അല്ലാത്ത
ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, കുറച്ച് മെത്തേഡ്സ് പറഞ്ഞു. ഇനിയുള്ളതാണ് മൂവ് സൈക്കോളജിക്കൽ റിസർച്ച് ഹാസ് ഫോക്കസ്ഡ് ഓൺ ചിൽഡ്രൻ ഹു ഫോൾ അറ്റ് ഓപ്പോസിറ്റ് എക്സ്ട്രീംസ് ഓഫ് ദ പോസിറ്റീവ് എഫക്റ്റ് ആൻഡ് ഫിയർഫുൾ ഡിസ്ട്രസ് ഡയമെൻഷൻസ്. അപ്പം രണ്ട് രീതിയിലാണ്. ഒന്നെങ്കിൽ പോസിറ്റീവ് എഫക്റ്റ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫിയർഫുൾ ഡിസ്ട്രസ്. ഈ രണ്ട് ഡയമെൻഷൻസിനെയാണ് മെയിനായിട്ട് റിസർച്ചേഴ്സ് ഫോക്കസ് ചെയ്തിരുന്നത്. അതായത് ഇൻഹിബിറ്റഡ് ഓർ ഷൈ ചൈൽഡ് ഹു റിയാക്ട് നെഗറ്റീവ്ലി. ചിലരുണ്ട് ഭയങ്കര ഇൻഹിബിറ്റഡ് ആണ്, ആൾക്കാരുടെ അടുത്ത് പോകത്തില്ല, നാണം കുണികൾ എന്നൊക്കെ പറയുന്നവർ. അവർ സാധാരണ എന്ത് ചെയ്യും, പുതിയൊരു എക്സ്പീരിയൻസ് വരുമ്പോൾ വിത്ഡ്രോ ചെയ്യും, ഇങ്ങനെ മാറി നിൽക്കും. വേറസ് ചില കുട്ടികളുണ്ട് അൺഇൻഹിബിറ്റഡ്, നമ്മൾ പറയില്ലേ കൈ അങ്ങ് ഞൊടിച്ച് എന്തെങ്കിലും ഒരു കോക്കറി കാണിക്കത്തേലും നമ്മുടെ കൂട്ടത്തിൽ വരുന്ന കുട്ടികളുണ്ട്. അതാണ് അൺഇൻഹിബിറ്റഡ് ഓർ സോഷ്യൽ ചൈൽഡ്. അവരാണ് പോസിറ്റീവ് എഫക്റ്റ് ഉള്ളത്. മറ്റേതെന്താണ് ഫിയർഫുൾ ആൻഡ് ഡിസ്ട്രസ് ഡിസ്ട്രസ് ആയിട്ടുള്ള കുട്ടികൾ. അപ്പോൾ ജനറലി റിസർച്ചേഴ്സ് ഇങ്ങനെ രണ്ടായിട്ടാണ് തിരിക്കാറ്. പിന്നെ ബയോളജിക്കലി ബേസ്ഡ് റിയാക്ടിവിറ്റി. ചില കുട്ടികളുടെ നമ്മൾ പറയില്ലേ നമ്മുടെ നമ്മൾ എന്തെങ്കിലും കാണിക്കുന്നതിന് എപ്പോഴും ഒരു ബയോളജിക്കൽ ബേസ് ഉണ്ടാകും. അതാണ് ബയോളജിക്കൽ ബേസ്ഡ് റിയാക്ടിവിറ്റി കാണിക്കുന്നത്. എവിഡൻറ്റ് ഇൻ ഹാർട്ട് റേറ്റ്, ഹോർമോൺ ലെവൽ, EEG brain waves in the frontal region of the cerebral cortex. ഇതെല്ലാം കാണിക്കുന്നത് ഇൻഹിബിറ്റഡ് ആൻഡ് അൺഹിബിറ്റഡ് ചിൽഡ്രൻസിൻ്റെ ടെമ്പറമെൻറ്റ്സ് ഓഫ് ഇൻഹിബിറ്റഡ് ആൻഡ് അൺഹിബിറ്റഡ് ചിൽഡ്രൻസിൽ ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഹോർമോൺ ലെവൽ ഡിഫറെൻ്റ് ആയിരിക്കും, ഹാർട്ട് റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, EEG ബ്രെയിൻ വേവ്സ് ഇവരുടെ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് parenting practices are crucially important in whether an uninhibited style is sustained over time. എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് 2 കസിൻസ് ഉണ്ടായിരുന്നു. അവർ ചെറുപ്പത്തിൽ ഭയങ്കര ഇൻഹിബിറ്റഡ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ, അവരിങ്ങനെ അമ്മയുടെ ചുറ്റും അമ്മയുള്ളിടത്ത് മാത്രമേ നടക്കത്തുള്ളായിരുന്നു. പക്ഷേ ഓവർ ദ ടൈം നൗ ബോത്ത് ഓഫ് ദം ആർ എന്താ പറയുന്നത് മെഡിക്കൽ സ്റ്റുഡൻസ് അല്ല, ഇൻഫാക്റ്റ് ഒരാൾ ഡോക്ടറായി MD ചെയ്യാണ്, മറ്റേ ആൾ ഹൗസ് സർജൻസി കഴിഞ്ഞു. ഇപ്പോൾ അവർ ഭയങ്കര സോഷ്യലാണ്, അവർ എന്താ പറയുന്നത് അൺഇൻഹിബിറ്റഡായി. അപ്പം ഒരു കുട്ടി ഇൻഹിബിറ്റഡിൽ നിന്ന് ഇൻഹിബിറ്റഡ് ആക്കണോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ പതുങ്ങിയ സ്വഭാവത്തിൽ നിന്ന് സോഷ്യലാവണോ, സോഷ്യലായിരുന്നത് പതുങ്ങണോ എന്നുള്ളത് പേരൻറ്റിങ്ങിനെ ഡിറ്റർമിൻ ചെയ്തിട്ടിരിക്കും. സോ മെഷറിങ് ടെമ്പറമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ആൻസർ ആണ്. അപ്പോൾ അതിനകത്ത് ജനറലായിട്ട് നമുക്ക് എഴുതാനേ പറ്റത്തുള്ളൂ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് ദാറ്റ് ആർ യൂസ് ടു മെഷർ ടെമ്പറമെൻറ്റ്. ഏതൊക്കെയാണ്? ഇൻ്റർവ്യൂ, ക്വസ്റ്റനെയേഴ്സ്, ബിഹേവിയർ റേറ്റിംഗ്സ്, പേരൻറ്റൽ റിപ്പോർട്ട്സ്, ഒബ്സർവേഷൻ ബൈ റിസർച്ചേഴ്സ്. അത് നാച്ചുറലിസ്റ്റിക്കും ആവാം, ലബോറട്ടറിയും ആവാം. അവിടുന്ന് തന്നെ പറയുന്നത് മെയിനായിട്ട് 2 രീതിയിലാണ് പിള്ളേരെ 2 ഡയമെൻഷനിലാണ് പിള്ളേരെ ഡിവൈഡ് ചെയ്തത്. പോസിറ്റീവ് എഫക്റ്റും ഫിയർഫുൾ ഡിസ്ട്രസ്സിലും. പോസിറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് അൺഹിബിറ്റഡ് ആൻഡ് സോഷ്യൽ ആയിരിക്കും, മറ്റേത് ഇൻഹിബിറ്റഡ് ഓർ ഷൈ ആയിരിക്കും. കുട്ടികളുടെ ബയോളജിക്കൽ ബേസിലും ഈ 2 കാറ്റഗറിയിലുള്ള കുട്ടികൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ബ്രെയിൻ വേവ്സിലും ഹോർമോൺസിലും ഹാർട്ട് റേറ്റിലും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. ആൻഡ് പേരൻറ്റിങ് പ്രാക്ടീസസ് ആർ ക്രൂഷ്യൽ in determining in their future temperament. Okay, so that is measuring temperament.